DYFI നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ വെള്ളാപ്പള്ളിയുടെ വീട്ടിലേക്ക് ഒരു മാർച്ച് നടത്താമോ? കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി പല വിഷയങ്ങളിലും കേരളത്തിലെ യുവജന പ്രസ്ഥാനങ്ങളായ DYFI, യൂത്ത് കോൺഗ്രസ് പ്രതിഷേധിക്കുന്നുണ്ട്. ഞാൻ അതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം ജാതിമതം ഏത് മതം എന്ത് കാണിച്ചാൽ പോലും അത് നമ്മുടെ നാടിനെതിരായ വിഷയമാണെങ്കിൽ അവിടെ പ്രതികരിക്കണം. എന്നാൽ മാത്രമേ മതേതരം സമൂഹം ഇവിടെ നിലനിൽക്കുകയുള്ളൂ, മതേതര പാർട്ടിയും ഇവിടെ നിലനിൽക്കുകയുള്ളൂ, നമ്മുടെ സംസ്ഥാനം മുന്നോട്ട് പോവുകയുള്ളൂ. അല്ലാത്ത പക്ഷം അത് വലിയ അപകടങ്ങളിലേക്കാണ് ചെന്നെത്തിക്കുന്നത്. അതിന് ഉദാഹരണമാണ് ദാറുൽ ഹുദയിൽ എന്തോ വെള്ളവുമായി ബന്ധപ്പെട്ട ഇഷ്യൂ. അതിൻ്റെ അടുത്തുള്ള നദി എന്തോ വേസ്റ്റോ അങ്ങനെ എന്തോ, എനിക്ക് കറക്റ്റ് അതറിയില്ല. ഓക്കെ, അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ സമരം ചെയ്യണം. കാരണം അതൊരു പൊതുവായിട്ടുള്ള ഇഷ്യൂ ആണ്. നമുക്കത് കറക്റ്റ് അറിയില്ല എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണെങ്കിൽ അവർ സമരം ചെയ്യണം. അതുപോലെ തന്നെ തൃശ്ശൂരിൽ നടന്നൊരു സംഭവം ഓണവുമായി ബന്ധപ്പെട്ട്. ഓണം കേരളത്തിലെ എല്ലാ മതക്കാരും ആഘോഷിക്കുന്ന ഒരു ആഘോഷമാണ്, നമ്മളെല്ലാവരും ആഘോഷിക്കാറുണ്ട്. അപ്പോൾ ഒരു ടീച്ചർ ഒരു വിവാദപരമായ ഒരു കാര്യമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ടീച്ചർമാരെ സംബന്ധിച്ചിടത്തോളം അവിടെ എല്ലാവരും പഠിപ്പിക്കുന്ന ജാതിമത ഭേദമന്യേ പിള്ളേർ ഒരുപാട് വിദ്യാർത്ഥികൾ വരുന്ന സ്ഥലമാണ് സ്കൂൾ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നിന്നും അങ്ങനെ നമ്മൾ ചെയ്യരുത്, അതിനെ നമ്മൾ എതിർക്കുന്നു. അതൊക്കെ തെറ്റാണ്, തെറ്റിനെ നമ്മൾ എതിർക്കുക തന്നെയാണ്. അങ്ങനെ ഒരുപാട് വിഷയങ്ങളിൽ DYFI സമരം ചെയ്യുന്നുണ്ട്. അതൊക്കെ നല്ല കാര്യമാണ്, അതൊക്കെ വേണം. കാരണം യുവജന പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ അതിന് തന്നെയാണ്. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത്, കേരളത്തിൽ കഴിഞ്ഞ 4 മാസങ്ങൾക്കിടയിൽ 6ൽ കൂടുതൽ തവണ പച്ച വർഗീയതയാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത്. മുസ്ലിം ജനസംഖ്യ കൂടുന്നു, നമുക്ക് ജനസംഖ്യയില്ല, അവർ അധികാരങ്ങൾ കവർന്നെടുക്കുന്നു, അവരെല്ലാ മേഖലയിലും വരുന്നു, നമുക്ക് സ്ഥാപനങ്ങളില്ല. പിന്നെ ഒന്നിനും ആരെയും ഒരു കുറ്റവും പറയാത്ത കാന്തപുരത്തെ പോലും അദ്ദേഹം ഉൾപ്പെടുത്തി. ഇനി കാന്തപുരം എന്ത് കുന്തം പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ വൻ പ്രകോപനം ഉണ്ടാക്കുന്ന രീതി. അതുപോലെ തന്നെ കോട്ടയത്ത് വന്നിട്ട് ഒരു പ്രത്യേക വിഭാഗക്കാർ ഈ ജില്ല അടക്കി ഭരിക്കുന്നു, ഇതാണ്, നമുക്ക് മന്ത്രിയില്ല, MLA ഇല്ല എന്നൊക്കെ പറയുന്നു. അതിൽ അദ്ദേഹം കൂടുതലായും ആക്ഷേപിച്ചിരിക്കുന്നത് കേരളത്തിലെ ഒരു പ്രമുഖ ന്യൂനപക്ഷ വിഭാഗത്തെയാണ്. പ്രമുഖ ന്യൂനപക്ഷം എന്ന് പറഞ്ഞാൽ മുസ്ലിം ന്യൂനപക്ഷത്തെ ആക്ഷേപിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനയാണ് നടത്തിയിരിക്കുന്നത്. ഇതിനു മുമ്പ് ഞാൻ 2 കാര്യങ്ങൾ പറഞ്ഞിരുന്നു, ദാറുൽ ഹുദയുടെ ഇഷ്യൂവും അതുപോലെ തന്നെ തൃശ്ശൂരിൻ്റെ ഇഷ്യൂ. അതിനെ വെച്ച് നോക്കുമ്പോൾ അതിനേക്കാൾ 10 ഇരട്ടി വർഗീയതയുള്ള ഉഗ്രസ്ഫോടനമുള്ള സംഭവമാണ് വെള്ളാപ്പള്ളി പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അവർക്കെതിരെ കമാന്നൊരക്ഷരമോ അല്ലെ പോട്ട. ആലപ്പുഴ ജില്ല ഞങ്ങൾക്കറിയാം, കണ്ണൂർ പോലെ തന്നെ ആലപ്പുഴ ജില്ലയും CPM സ്ഥാപിക്കുന്നതിന് വലിയ രീതിയിൽ പങ്കുവച്ച ജില്ലയാണ്. അതായത് CPM ഉണ്ടാകുന്ന സമയത്ത് തന്നെ വലിയ രീതിയിലുള്ള മുന്നേറ്റങ്ങൾ, സമരങ്ങൾ നടന്ന ജില്ലയാണ്. ആലപ്പുഴയിൽ ഇന്നും CPMന് സ്വാധീനമുണ്ട്. അത്രയും പവർഫുൾ ആയിട്ടുള്ള ജില്ലയാണ് CPMനെ സംബന്ധിച്ചിടത്തോളം ആലപ്പുഴ. കണിച്ചുകുളങ്ങരയിലൊക്കെ അവർക്ക് മാർച്ച് നടത്താൻ നിസ്സാരം, അവർക്ക് ജസ്റ്റ് ഒരു 10 മിനിറ്റ് പോലും കാര്യമില്ല. കാരണം അത്രയും അവർക്ക് കേഡർ അംഗങ്ങളുണ്ട് ആലപ്പുഴയിൽ. പക്ഷേ ഒരു ചെറിയൊരു കല്ല് പോട്ടെ, ഒരു ചെറിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം പോലും, ചെറിയ രീതിയിലെങ്കിലും ഒന്ന് പ്രതിഷേധിച്ചു അവർ വെള്ളാപ്പള്ളിക്കെതിരെ. ഇല്ല, അവരൊന്നും ചെയ്തില്ല. അതുപോലെ തന്നെ PC ജോർജ് എന്ന പച്ച വർഗീയവാദി വെള്ളാപ്പള്ളി പറയുന്നതിനേക്കാൾ ഇവർ തമ്മിൽ മത്സരമാണ്, കൂടുതലാണെന്ന് തോന്നുന്നു PC ജോർജ് വർഗീയത പറഞ്ഞു. എന്നിട്ടും PC ജോർജിനെതിരെ വല്ലതും ചെയ്തു? ഒന്നും നടന്നില്ല. അതുപോലെ തന്നെ പാലക്കാട് ബോംബ് സ്ഫോടനം. പാലക്കാട് ഒരു സ്കൂളിൽ ബോംബ് സ്ഫോടനം അല്ല, ഒരു ബോംബ് പൊട്ടിത്തെറിച്ചു, പിള്ളേരൊന്നും ഇല്ലാത്തതുകൊണ്ട് രക്ഷപ്പെട്ടു. പക്ഷെ അവിടെ നിങ്ങൾ സമരം ചെയ്തു, പക്ഷേ അത് കഴിഞ്ഞൊന്നും കണ്ടില്ല. ഇതിപ്പോൾ വേറെ വല്ല ടീമിൻ്റെ കയ്യിൽ നിന്നാണ് പൊട്ടിയിരുന്നെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് സമരം ചെയ്ത് വാർത്തയാക്കി അതിനെ വിഷയമാക്കി നിങ്ങൾ എടുത്തേനെ. പക്ഷേ പാലക്കാടത്തെ വിഷയത്തിൽ ജസ്റ്റ് കണ്ണി പൊടിയിടാൻ വേണ്ടി സമരം ചെയ്തതല്ലാതെ കാര്യമായിട്ടൊരു പരിപാടിയും ചെയ്തിട്ടില്ല. നിങ്ങൾ RSSകാരുടെ കുഴലൂത്തുകാരായി മാറി. അതുപോലെ തന്നെ സ്വാതന്ത്ര്യം, ജനാധിപത്യം, സോഷ്യലിസം എന്ന് പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കുന്നതല്ലാതെ പ്രവൃത്തി കൊണ്ടത് കാണിക്കുന്നില്ല. നിങ്ങൾ കേവലം വോട്ട് രാഷ്ട്രീയത്തിന് വേണ്ടി നിങ്ങൾ 2024 ഇലക്ഷന് ശേഷം വോട്ട് നഷ്ടപ്പെട്ടിട്ടുണ്ടല്ലോ ഒരുപാട്. അപ്പോൾ ആ വോട്ട് തിരിച്ച് കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ നിങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി നിങ്ങൾ കാണിക്കുന്നത് വലിയ മണ്ടത്തരമാണ്. ഇത് കൊണ്ടെത്തിക്കുന്നത് നമുക്ക് മുമ്പ് നമ്മൾ കണ്ട ചരിത്രത്തിലേക്ക് കൂടിയാണ്. ബംഗാളിലും ത്രിപുരയിലും എന്താണ് സംഭവിച്ചത്? 35 വർഷം അടക്കി ഭരിച്ചിരുന്ന നിങ്ങളുടെ പാർട്ടി തകർന്ന് തരിപ്പണമായി 2% പോലും വോട്ടില്ലാത്ത രീതിയിൽ ഇന്ന് അധപ്പതിച്ചിരിക്കുന്നു. നിങ്ങളുടെ നിലപാട് തന്നെയാണെങ്കിൽ കേവലം അധികാരത്തിന് വേണ്ടി RSSന് മുമ്പിൽ തലമുനിക്കുന്ന രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോയാൽ പശ്ചിമ ബംഗാളിലും ത്രിപുരയിലും സംഭവിച്ചത് നാളെ കേരളത്തിന് സംഭവിക്കും, ഉറപ്പാണ്. അതുപോലെ തന്നെ മതേതര യുവജന പ്രസ്ഥാനങ്ങൾ ഇങ്ങനത്തെ വർഗീയ വിഷയങ്ങളിൽ മൗനം പാലിച്ചാൽ കേരളത്തിൽ പതിഞ്ഞിരിക്കുന്ന ഭൂരിപക്ഷ വർഗീയ പാർട്ടികൾ വളർന്നുകൊണ്ടിരിക്കും. അത് കേരളത്തിൻ്റെ സെക്യുലറിസത്തെ ബാധിക്കും. അതുകൊണ്ട് DYFI ഞാൻ പറയുന്നു, നിങ്ങൾ വെല്ലുവിളിക്കുന്നു, നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ വെള്ളാപ്പള്ളിയുടെ വീട്ടിലേക്ക് മാർച്ച് നടത്തും.
മാർച്ച് നടത്തി കാണിക്കുക. അങ്ങനെയാണെങ്കിൽ അതിപ്പോൾ വെള്ളാപ്പള്ളി അല്ല, ആര് ചെയ്താലും അങ്ങനെ ചെയ്യണം. എന്നാൽ മാത്രമേ കേരളത്തിൽ ആ സെക്കുലർ എന്താ പറയുക, കേരളം മുന്നോട്ട് പോകാൻ കഴിയും. അല്ലെങ്കിൽ ഒരു വിഭാഗം പറയുമ്പോൾ നമ്മളൊന്നും ചെയ്യുന്നില്ല, മറ്റൊരു വിഭാഗത്തെ ശക്തമായി എതിർക്കുന്നു, ഇങ്ങനെ ആയാലും അത് വലിയ പ്രശ്നത്തിലേക്ക് എത്തിക്കുകയുള്ളൂ. അതുപോലെ തന്നെ മലപ്പുറം ജില്ലയെ പറ്റി അധിക്ഷേപിച്ചത്, മലപ്പുറം ജില്ലയിൽ വരുമ്പോൾ ശ്വാസം മുട്ടുന്ന പോലെയാണ്, ഒരു പ്രത്യേക മതക്കാരുടെ കീഴിലാണ് ആ ജില്ല എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നത്. അത് ശരിക്കും അദ്ദേഹം കുത്തുന്നത് മുസ്ലിം സമുദായത്തിൽ തന്നെയാണ്. അങ്ങനെ നിരവധി വിഷയങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടും DYFIയോ മറ്റു പാർട്ടികളോ എതിർത്തിട്ടില്ല, അദ്ദേഹത്തിനെ എതിർത്ത് സംസാരിച്ചിട്ടില്ല. എന്തുകൊണ്ട് നമ്മുടെ സമൂഹം എന്തുകൊണ്ട് നമ്മുടെ സമൂഹം ആ രീതിയിലേക്ക് പോകുന്നു? നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമല്ലേ അത്?